നമസ്കാരം. കോമഡി റിയാലിറ്റി ഷോകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ടയാളാണ് നെൽസൺ ശൂരനാട്. ഏഷ്യാനെറ്റിലെ വോഡഫോൺ കോമഡി സ്റ്റാർസിലെ പ്രകടനമാണ് നെൽസന്റെ കലാജീവിതത്തിൽ വഴിത്തിരിവായത്. തുടർന്ന് താരം ചില സിനിമകളിലും അഭിനയിച്ചു. കോമഡി പരിപാടികളിലൂടെയാണ് നെൽസൺ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഫ്ലവേഴ്സ് ചാനലിലെ സ്റ്റാർ മാജിക്കിലും സജീവ സാന്നിധ്യമായിരുന്നു. ഇപ്പോഴത്തെ താരത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് വൈറലാകുന്നത്. ആരാധകരെ പൊട്ടിച്ചിരിപ്പിച്ചുന്ന കലാകാരൻ ഏറെ കഷ്ടപ്പാടുകളോടെ കടന്നുവന്ന ആളാണ്. ഏറെ കടമ്പകൾ കടന്നാണ് നെൽസൺ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിയതും. കഴിഞ്ഞ ദിവസം മുതൽ താരത്തിന്റെ ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. അപകടം സംഭവിച്ചു അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് നെൽസൺ എന്നാണ് പ്രചരിച്ചത്. എന്നാൽ ഇത് ഷൂട്ടിംഗ് രംഗമാണെന്നും പ്രചാരണം വന്നിരുന്നു. സത്യം അതായിരുന്നില്ല. നെൽസൺ കാലിന് മുറിവ് പറ്റി ചികിത്സയിലാണ് ഇപ്പോഴും. അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് നെൽസൺ ഉള്ളത്. കാലിൽ ആഴത്തിലുള്ള മുറിവുണ്ട്. 12 സ്റ്റിച്ചുകളാണ് കാലിലുള്ളത്. അപകടം അപ്രതീക്ഷിതമാണെന്നും നെൽസന്റെ കൂട്ടുകാർ പറയുന്നു. ഷുഗർ ഉള്ളതുകൊണ്ട് സൂക്ഷിക്കാൻ നിർദ്ദേശമുള്ളതുകൊണ്ട് തന്നെ ഏറ്റെടുത്ത ഷോകളിൽ ഭാഗമാകാൻ സാധിക്കില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത് ഷൂട്ടിംഗ് രംഗമല്ല, ശരിക്കും അപകടം പറ്റിയതാണ്. ആറ്റിങ്ങിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയതാണ് ആള്. ഭാര്യയ്ക്കും മകനും ഒപ്പം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. കഞ്ഞിവെള്ളം കളയാൻ വേണ്ടി നെൽസൺ പോയതാണ്. അപ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. നെൽസണിന്റെ കാലിലേക്ക് വാഷ് ബേസിലുള്ള മൂർച്ചയുള്ള ഭാഗം കൊണ്ടുവന്നും അങ്ങനെയാണ് കാലിൽ മുറിവുണ്ടാകുന്നതെന്നും നെൽസന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു. ചെറിയൊരു ഭാഗ്യം കൊണ്ടാണ് വെയിൻ കട്ടാകാതിരുന്നത്. സ്റ്റിച്ചിട്ട് പ്ലാസ്റ്റർ ഇട്ട് വെച്ചിരിക്കുകയാണ്. അനങ്ങാൻ ആകാത്ത അവസ്ഥയാണ്. നല്ല രീതിയിൽ പ്രോഗ്രാം വന്നതാണ്. പക്ഷെ പോകാനാകില്ല. ഒരു പൊടിയെങ്കിലും ആകുമായിരുന്നുവെങ്കിൽ അദ്ദേഹം വീൽ ചെയറിലെങ്കിലും വന്നേനെ. ഡോക്ടർ അനങ്ങരുതെന്ന് തീർത്തും പറഞ്ഞതുകൊണ്ടാണ് വരാനാകാത്തതെന്നും നെൽസൺ പറഞ്ഞു. കൊല്ലം ജില്ലയിലെ ശൂരനാട് നെൽസന്റെ സ്വദേശം. ഓലമേഞ്ഞ ഒരു കൊച്ചു വീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യകാലം. സ്കൂൾ കാലം മുതൽ മിംക്രിയുമായി വേദിയിൽ സജീവമായിരുന്നു. കൊച്ചിൻ കലാഭവന്റെ മിംക്രി കാസറ്റുകൾ കേട്ട് പഠിച്ചു കൂട്ടുകാരോടൊപ്പം അവതരിപ്പിച്ചാണ് തുടക്കം. പിന്നീട് ഉത്സവ സീസണിൽ ഞങ്ങളെ നാട്ടിലെ ഓരോ ചെറിയ ക്ലബ്ബുകളും പരിപാടി അവതരിക്കാൻ വിളിച്ചു തുടങ്ങി. അങ്ങനെയാണ് കലാരംഗത്ത് സജീവമാകുന്നത്. അതേസമയം സ്റ്റാർ മാജിക് പരിപാടിക്കെതിരെ സമൂഹമാധ്യമങ്ങൾ വിമർശനങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. ബോഡി ഷേമിംഗ് അടക്കം താരങ്ങൾ നടത്തുമെന്നായിരുന്നു ആരോപണം ഉയർന്നത്. എന്നാൽ ഈ വിമർശനങ്ങളോട് നെൽസൺ തന്നെ പ്രതികരിച്ചിരുന്നു. നേരത്തെ സ്റ്റാർ മാജിക്കിൽ മനഃപൂർവ്വം ആരെയും പറയുന്നതല്ലെന്നും അവിടുത്തെ രീതി അങ്ങനെയാണെന്നും നെൽസൺ പറഞ്ഞിരുന്നു. ആത്മസഹോ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു നെൽസൺ ഇക്കാര്യം പറഞ്ഞത്. ഷോയിൽ പങ്കെടുക്കുന്നവരെല്ലാം സുഹൃത്തുക്കളാണ്. നമ്മൾ എന്തുകൊണ്ടാണോ അങ്ങനെ പറയുന്നതെന്ന് അവർക്കറിയാം. അവർ അതുപോലെ തിരിച്ചു പറയും. നമ്മൾ അത് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കാണുന്നവർക്ക് അതൊരു വൈരാഗ്യമായിട്ട് തോന്നുകയും നിങ്ങൾ എന്തിനാണ് അവരെ അങ്ങനെ പറയുന്നെന്ന തരത്തിൽ വിമർശനം ഉയരുകയും ചെയ്യും. പരസ്പരം കളിയാക്കി പറയുന്നതാണ് ആ ഷോയിലെ രീതിയെന്നും നെൽസൺ പറഞ്ഞു. You're watching me and you're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.